യാതൊരു ലാഘവബുദ്ധിയോടും കൂടി തെരഞ്ഞെടുപ്പിനെ കാണാതെ വളരെ ചിട്ടയായ പ്രവർത്തനങ്ങളാണ്. ഒന്ന്, ഞങ്ങൾക്ക് ആത്മവിശ്വാസം പകരുന്നൊരു കാര്യം, രണ്ട് മുന്നണികൾക്കുമെതിരെ വളരെ കൃത്യമായ ജനങ്ങൾ നിലപാട് സ്വീകരിക്കുമെന്നുള്ളതാണ്. ഒന്ന്, കേന്ദ്ര സർക്കാരിൻ്റെ പെട്രോൾ ഡീസൽ വിലവർധനവ്, രാജ്യത്തെ വിഭജിക്കാൻ ശ്രമിക്കുന്നത്, അതുപോലെ CPM-ൻ്റെ ഇന്ന് 8 വർഷം പൂർത്തീകരിക്കുന്ന സർക്കാർ, അവർക്കെതിരെ ഒരു വലിയ ജനരോക്ഷമുണ്ട്. ക്ഷേമ പെൻഷനുകൾ കിട്ടാത്ത, മാൻ ആനിമൽ കോൺഫ്ലിക്റ്റ് പോലുള്ള കാര്യങ്ങൾ, അതിലൊന്നും ക്രിയേറ്റീവായി ഒരു തീരുമാനവും സർക്കാർ എടുത്തിട്ടില്ല. അപ്പോൾ ഇത് രണ്ടും പോസിറ്റീവ് ഫാക്ടേഴ്സായിട്ട് ജനങ്ങളുടെ ഇടയിൽ UDF-ന് മാറും. 5 വർഷം എന്താണ് ഞാൻ ചെയ്തത്? പാർലമെൻറ്റിൽ ഞാൻ ശബ്ദിച്ചോ? വിവിധ ലോ മേക്കിംഗ് പ്രോസസ്സിൽ ഞാൻ ഇടപെട്ടോ? മണ്ഡലത്തിൻ്റെ വിഷയങ്ങൾ അവതരിപ്പിച്ചോ? പുതിയ പദ്ധതികൾ ഇവിടെ വന്നോ? അതെല്ലാം വിലയിരുത്തുന്ന ഒരു സന്ദർഭം കൂടിയാണ്. അപ്പോൾ അതെല്ലാം എനിക്ക് വ്യക്തിപരമായി കൂടി പോസിറ്റീവ് ആകും, അല്ലെങ്കിൽ ജനങ്ങൾ അതുകൂടി കൺസിഡർ ചെയ്യണം എന്നാണ് ഞങ്ങളുടെ അപേക്ഷ. ന്യൂനപക്ഷങ്ങൾക്കെതിരെയുള്ള അക്രമം, അങ്ങനെ രാഷ്ട്രീയപരമായി നിരവധി കാരണങ്ങൾ BJP-യുടെ ഇന്നിൻ്റെ രാഷ്ട്രീയ നിലപാടിനെതിരെ, പ്രത്യേകിച്ച് ജനാധിപത്യം പരിപൂർണമായി ഇല്ലാതാക്കാനും കേന്ദ്ര സർക്കാരിൻ്റെ ഏജൻസികളെ ദുർവിനിയോഗം ചെയ്യുന്നതുമെല്ലാം ജനങ്ങൾ തിരിച്ചറിയുന്നുണ്ട്. കോൺഗ്രസിൻ്റെ പ്രവർത്തന സ്വാതന്ത്ര്യത്തെ പോലും ഊച്ചുവലങ്ങിടുന്ന ഒരു നിലപാടാണ് കേന്ദ്ര സർക്കാർ സ്വീകരിച്ചിട്ടുള്ളത്. ഇന്ത്യ മുന്നണിയുടെ കഴിഞ്ഞ ദിവസത്തെ റാലിയിൽ CPM ഒന്നും പങ്കെടുത്തിട്ടില്ല. അത് രാഹുൽ ഗാന്ധി വയനാട് മത്സരിക്കുന്നതുകൊണ്ടാണ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇത്തരം ബാലിശമായ വിഷയങ്ങളിൽ ഒരു ജനാധിപത്യ മതേതര പ്ലാറ്റ്ഫോമിൽ നിന്ന് അവർ മാറി നിൽക്കുമെങ്കിൽ യാതൊരു ആത്മാർത്ഥതയും അവർക്കുണ്ടാവില്ല. പിന്നെ ഇടതുപക്ഷത്തിന് ഒരു റോളും ഇല്ല. ഈ രാജ്യത്തിൻ്റെ ബഹുസ്വരത നിലനിർത്താനും ഈ രാജ്യത്തിൻ്റെ ജനാധിപത്യപരമായ പ്രക്രിയകളും ഇൻസ്റ്റിറ്റ്യൂഷൻസും തകരാതിരിക്കാനും ശ്രദ്ധിക്കേണ്ടത് കോൺഗ്രസ്സാണ്. അത് കശ്മീർ മുതൽ കന്യാകുമാരി വരെ ഒരു ഓർഗനൈസേഷൻ കോൺഗ്രസ്സിനുണ്ട് എന്നുള്ളതുകൊണ്ടാണ്. അതുകൊണ്ട് CPM-ന് അങ്ങനെ ഒരു പ്രസക്തി തന്നെ ഇല്ല. വട്ടിയൂർക്കാവും നിലമ്പൂരും പോലെ ആയിരിക്കും എറണാകുളം എന്നാണ് LDF സ്ഥാനാർത്ഥി പറഞ്ഞിട്ടുള്ളത്. കുഴപ്പമില്ല.